ചെറിയ ട്രംപ് വീണ്ടും അണുവായുധം ഉപയോഗിക്കും, പരീക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീരവാദവുമായി വരുന്നത്. പക്ഷെ വീരവാദം എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ട്രംപ് ആയതുകൊണ്ട് നമുക്കിതൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ പൊട്ടിക്കുമായിരിക്കും. കാരണം ഈ അണുവായുധം ഉപയോഗിക്കുന്നതിന് കുറെ നിയമവശങ്ങളുണ്ട്. ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അതൊന്നും ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. എടുത്തു ചാടി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരാളാണ്. അത് ലോകത്തിന്റെ സുരക്ഷയോ രാജ്യത്തിന്റെ സുരക്ഷയോ ഒന്നും അദ്ദേഹത്തെ പ്രത്യേകിച്ച് ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ റഷ്യ പറയുകയാണ്, ഇത്തരത്തിൽ ഒരു സാധനം നിങ്ങൾ പരീക്ഷിക്കാൻ ഒരുങ്ങിയാൽ തിരിച്ച് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അതിലും വലുതായിരിക്കും എന്നുള്ളത്. റഷ്യയുടെ ഈ അടുത്ത കാലത്ത് ഉപയോഗിച്ച മിസൈലിന്റെ ഒക്കെ പ്രകടനശേഷി എത്രത്തോളമാണെന്ന് നമുക്കറിയാം. അപ്പൊ എങ്ങനെയായിരിക്കും ഈ അമേരിക്കയ്ക്കുള്ള റഷ്യയുടെ ഒരു മറുപടി? പണ്ടത്തെ പോലെ അല്ല. പണ്ട് അമേരിക്ക പറഞ്ഞാൽ നമ്മളത് വിശ്വാസത്തിലെടുക്കും, അമേരിക്ക ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നുള്ളൊരു അമേരിക്ക ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു നിലവാരവും ഇല്ലാത്ത ഒരു അമേരിക്ക എന്നതാണ് നമ്മളിപ്പോൾ പറയേണ്ടി വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തൊരു വിലയും ഇല്ലാത്ത ഒരാളായി ട്രംപ് അങ്ങനെ മാറ്റി അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റുമാരെയും ഒക്കെ. അപ്പൊ എങ്ങനെ കാണുന്നു ഇതിനെ? ഈ ട്രംപിന്റെ അണുവായുധം ഇപ്പൊ പൊട്ടിക്കും ആ പാകിസ്ഥാൻ പറയുന്നത് പോലെയാണോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് അമേരിക്കയ്ക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു യുദ്ധത്തെ ഫേസ് ചെയ്യാനൊന്നുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. നമ്മൾ എല്ലാവരും കേൾക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന വലിയ കാര്യമാണെന്ന് പറയുമ്പോഴും അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. പിന്നെ ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പണ്ടില്ല സിനിമയ്ക്കകത്ത് നമ്മുടെ ജഗതി പൊട്ടിക്കാൻ പറഞ്ഞിട്ട് ഒരു ഇന്നസെന്റും അയാളുടെ പേരുന്നു വേറെ മറ്റേ ഇന്നസെന്റ് ജഗദീഷ് കുമാറും മരിച്ചു നെടുമുടി വേണു എന്ന് പറയുന്നതൊക്കെയുള്ള റോളാ. ഇപ്പൊ പൊട്ടിക്കെന്ന് പറഞ്ഞു. ഏതാണ്ട് 750-60 ഈ നമ്മുടെ ഈ വ്യോമത്താവളങ്ങൾ ലോകത്തുടനീളമുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധം സജ്ജമാകുമ്പോൾ ഈ വ്യോമത്താവളങ്ങളെല്ലാം സജീവമായ മതിയെത്തുള്ളൂ. അപ്പോൾ എത്ര ആയിരം കോടി രൂപ വേണം ഒരു എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിന് തയ്യാറെടുക്കുന്നതിന് മാത്രം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ യുദ്ധം തുടങ്ങിയ ചില്ലറ ചിലവാണ്. അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ഇല്ല ഇസ്രായേലിന് ആയുധം താത്തു വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ. മാത്രമല്ല റഷ്യ കാലങ്ങളായിട്ട് യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ളവർ. അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ചെയ്യിച്ചിട്ടും ആയുധം അല്ലെങ്കിൽ അവിടെ ഇവിടെ യുദ്ധം ചെയ്യിച്ചിട്ട് ഇവരുടെ ആയുധം കൊണ്ട് പൊട്ടിച്ചിട്ട് ഇതിൽ അത് ഞങ്ങളുടേതാണ് അത് കണ്ടിട്ട് കുറേ രാജ്യങ്ങൾ ഇവരുടെ ആയുധം മേടിക്കും. ഇവൻ്റെ പ്രധാനപ്പെട്ട കച്ചവടം അത്. സ്വന്തം രാജ്യത്ത് ഒരു യുദ്ധം നടന്നിട്ട് ഒരു 100 കൊല്ലം പുറകിലാണ്. യുദ്ധം ഫേസ് ചെയ്യാനുള്ള ജനത അവിടെ ഇല്ല, സഫർ ചെയ്യാനുള്ള ജനത അവിടെ ഇല്ല. നമുക്കറിയാമല്ലോ റേഡ് ട്രേഡ് സെൻറ്റർ തകർന്നപ്പം അവിടുത്തെ ഒരു രോദനവും അവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു കിടുങ്ങലും ആൾക്കാരുടെ ഒരു ഫോട്ടോ വസ്തുവൊക്കെ പുറകോട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ പറയുന്ന പോലെ കാണിക്കാം എന്ന് പറഞ്ഞാൽ കാണിച്ചേ വെക്കൂ. ഇപ്പം റഷ്യ യുക്രൈനകത്ത് ഈ ടോമോക്കോർ മിസൈൽ ആ മിസൈൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, എന്നുവെച്ചാൽ പ്രഹരശേഷിയുള്ള മിസൈൽ വേണമെന്ന് പറഞ്ഞ് യുക്രൈൻ അവിടെ ചെന്നു കൊടുക്കുമെന്നൊക്കെ പുള്ളി ഒരു പ്രസ്താവന പറഞ്ഞു. കൊടുത്താൽ അതിൻ്റെ മറുപടിയായിട്ട് അന്ന് 2 മിസൈൽ, ഒന്ന് ഈ അമേരിക്കയുടെ മണ്ടയ്ക്ക് കൂടെ പോകുന്ന 9 ഇരട്ടി സൗണ്ടിൻ്റെ 9 ഇരട്ടിയൊക്കെ വേഗതയുള്ള 18,000 കിലോമീറ്റർ. അത് നമ്മൾ പലവട്ടം തമാശ രൂപേണ പറയുമ്പോഴും റഷ്യ വിട്ടെന്ന് പറയുമ്പോൾ വീണമെന്ന് പറഞ്ഞാൽ ശരി വീണു എന്നേ അത് കാണാൻ പോലും പറ്റില്ല. പിന്നെ മാത്രമല്ല ഈ ആറ്റോമിക് എനർജി വെച്ചിട്ട് ഭൂമിയെ വലം വയ്ക്കുന്ന സൈസ് ഒരു മിസൈൽ. ഈ 2 എണ്ണം അന്ന് പോളണ്ടിൽ അറിയാമല്ലോ ആ ആയുധാഭ്യാസത്തിന് പരീക്ഷിച്ചു. അന്നേരം പറഞ്ഞത് ചുമ്മാ പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നില്ലെന്ന്, ടോമോക്കർ കൊടുക്കുന്നില്ല. അതിനുശേഷം റഷ്യ വീണ്ടും ഒരു പരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തുന്നു. ലോകത്തെ ഞെട്ടിച്ചിട്ട് ഇത് പലവട്ടം പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു മിസൈലാണ്. ഈ മിസൈൽ 15 മണിക്കൂർ ഈ പറയുന്ന പോലെ അന്തരീക്ഷത്തിൽ പറക്കും. മാത്രമല്ല ഇതിനെ കാണാനേ പറ്റത്തില്ല. കാണാനേ പറ്റത്തില്ല. അപ്പം ഈ രീതിയിലേക്ക് ഇത്രയും അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇത് ബ്ലൂ റേ വെസ്റ്റ്നിക് മിസൈൽ. മനസ്സിലാവുന്നുണ്ടോ? ക്രൂയിസിക് മിസൈലാ. ഇത് 15 മണിക്കൂർ നിൽക്കും എന്ന് പറയുന്നത് മാത്രവുമല്ല, ഇതിനെ കാണാൻ പറ്റുന്നില്ല. മാത്രവും വേറെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാനും പറ്റത്തില്ല. ഇത് ആണവ പോർമുന ഉള്ളതാണ്. ആണവ മിസൈലായിട്ട് തന്നെ പരീക്ഷിച്ചു. ഇത് പരീക്ഷിച്ച് കഴിഞ്ഞപ്പം ലോകം മൊത്തം ഞെട്ടലാണ്. ഇത് സക്സസ് ആണ്. ഇത് പലവട്ടം ഈ മിസൈൽ ഇത്തരത്തിലുള്ളതായതുകൊണ്ടും അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമായതുകൊണ്ടും പലവട്ടം പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയത്. ഇപ്പം ഇയാൾ തന്നെ വന്നിരുന്ന് ഇതിൻ്റെ പരീക്ഷണ വിജയം ഇയാൾ പട്ടാള വേഷത്തിലൊക്കെ വന്നിരുന്ന് പറയുകയും ഇത് വലിയൊരു താക്കീതാണ്. വേണ്ടി വന്നാൽ, കാരണം പല രീതിയിലുള്ള ശല്യവും ഉപരോധവും ഈ അമേരിക്ക ഏർപ്പെടുന്നു. വേണ്ടി വന്നാൽ ബാക്കിയുള്ളവരെ ക്രൈസിസിലാക്കും എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു മെസ്സേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്തതിന് ശേഷമാണ് ഇയാൾ പറഞ്ഞത് 18,000 കിലോമീറ്റർ 14,000 അവർ പറയുന്നത് 14,000 അല്ല 18,000 അല്ല ഇതിൻ്റെ
ദൂരപരിധി. അപ്പോഴാ ഇയാൾ ഞങ്ങളുടെ 2 ആണവ അന്തർവാഹിനി സബ്മറൈൻസ് നിങ്ങളുടെ അടുത്ത് കിടപ്പുണ്ട്, അതായത് വളരെ അടുത്ത റഷ്യയുടെ കിടക്കുന്നത്, ഇത്രയും ദൂരമൊന്നും വേണ്ടി വരത്തില്ല. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ആണവായുധം പ്രയോഗിക്കാൻ എളുപ്പം പറ്റുമെന്ന്. പക്ഷേ ആണവായുധം പ്രയോഗിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ റഷ്യക്കെതിരെ പറ്റുന്ന ഒരവസ്ഥയൊന്നും അമേരിക്കയ്ക്കില്ല. അമേരിക്ക അതിന് കഴിയത്തുമില്ല. പിന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട അമേരിക്കയ്ക്ക് ഇട്ടുള്ള ഒരു താങ്ങാണിത്. മാത്രമല്ല ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റഷ്യ ഇത് പരീക്ഷിച്ചല്ലോ, ഉത്തര കൊറിയ പരീക്ഷിച്ചായിരുന്നു, കണ്ടായിരുന്നു ഇയാൾ ദക്ഷിണ കൊറിയയിൽ ചെന്നപ്പോൾ. അതായത് ഇതൊരു ടീമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഏറ്റവും വലിയ മിസൈൽ പരീക്ഷണത്തിനും അല്ലെങ്കിൽ ആണവായുധ ഇതിനും വേണ്ടി ഒരുങ്ങുന്നു ചൈന. അപ്പം ഇതെല്ലായിടത്തും ഇതിനകത്ത്. അതുപോലെ പാകിസ്ഥാനകത്ത് ഒരു ഒരുക്കം ഉണ്ടെങ്കിൽ എന്നാൽ നമ്മൾ തന്നെ അവൻ്റെ എവിടെ അടിച്ചത്, നൂർഖാൻ എയർബേസിലും കിരാന ഹിൽസിൽ അടിച്ചില്ലേ, ആരുടെയായി ഇത്. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ സൗദിയുടെ അമേരിക്കയാണെന്ന് പറയുന്നത്. അതെ, സൗദിയുടെ അമേരിക്കയാണ് അതിന്റെ കാവൽക്കാരൻ. അമേരിക്കയും ഈ സൗദിയും ഇപ്പൊ കരാറെന്തോ സൗദിയുമായിട്ട് ഈ പറയുന്ന ഇപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ ഒരു പ്രതിരോധ കരാറെന്ന് പറഞ്ഞ കരാറെന്തോ അത് അമേരിക്ക ചെയ്യിച്ചേക്കുന്ന കരാറാണ് പാകിസ്ഥാനുമായിട്ട്. വളരെ ദീർഘമായിട്ട് പാകിസ്ഥാനുമായിട്ട് ഈ പറയുന്ന ബന്ധമുള്ള സൗദിക്ക് ബന്ധമുണ്ട്. ഇപ്പൊ ഈ കരാറെന്ന് പറഞ്ഞാൽ സൗദിയുടെ കെയർ ഓഫിൽ ഇവിടെ പൈസ മുടക്കാം, അമേരിക്കേൻ്റെ പുറകിൽ നിൽക്കാം. എന്താണ് ഉദ്ദേശം? ഒന്ന് ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ വ്യോമത്താവളം, അത് 2 ഈ പാകിസ്ഥാനകത്ത് ഈ ബലൂചിസ്ഥാനിലെ റെയർ മെറ്റീരിയൽസ്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ളൊരു നീക്കമൊക്കെ വളരെ തന്ത്രപരമായിട്ട് നടക്കുക. പക്ഷേ അതിനപ്പുറം പണ്ടത്തെ ഇപ്പം തന്നെ ചോദിച്ചതുപോലെ പണ്ടത്തെ രീതിയിൽ അമേരിക്കയ്ക്കൊന്നും ഇനി ലോകക്രമത്തിൽ അത്ര വിശാലമായിട്ടും കൃത്യമായിട്ടും വിചാരിക്കുന്നത് പോലെ നീങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അമേരിക്കയുടെ ആ അപ്രമാദിത്വത്തിനെ എതിർ നിൽക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് രാജ്യങ്ങൾ, അത് റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടുകെട്ട് ഏകദേശം അതൊരു നല്ല രീതിയിൽ തന്നെ റഷ്യ വളരെ ദീർഘമായിട്ടും വളരെ കാലമായിട്ടും ഏറ്റെടുത്തിരുന്ന ഒരു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പരിധി വരെ 100% നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത 2 രാജ്യങ്ങളാണ്, ഒന്ന് അമേരിക്ക, ഒന്ന് ചൈനയും. ഇവന് ഏത് സമയം ചതിക്കും. എന്നാലും ചൈനയ്ക്ക് ഈ അമേരിക്കയെക്കാട്ടി കൂടുതൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നാലേ രക്ഷയുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. കാരണം അവരുടെ സാധനങ്ങളുടെ കച്ചവടത്തിന് മനസ്സിലാവുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആവശ്യമായിട്ട് വരും. അവർക്ക് കയറ്റുമതിയാണ്. നമ്മുടെ ഇവിടെ ഇതിനൊരു വലിയ വിപണിയുണ്ട്. അതാണ് ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇപ്പം ചോദിച്ചു വന്നത് പരീക്ഷിക്കുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പരീക്ഷണമെങ്കിലും നടത്തിയാലേ റഷ്യയുടെ ഈ വെല്ലുവിളിക്ക് ഞങ്ങൾ ഒപ്പത്തിൽ നിൽക്കുന്നു എന്ന് അമേരിക്കയെ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അമേരിക്കയെ വെല്ലുവിളിക്കുന്നു വട്ടം ഇൻഡയറക്റ്റായിട്ട് റഷ്യയുടെ ഭാഗമായിട്ട് ഉത്തര കൊറിയ അവിടെ സന്ദർശനത്തിന് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാൻ ചെന്നാൽ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, ശരി, ഓക്കെ, ഇന്നലെ ലേല അവിടെ നിന്ന് ഒരു സാധനം പൊട്ടിച്ചിട്ട് വരും, ഞാനിവിടെ ഉണ്ടേന്ന്. നീ ഒന്നും അല്ല, അവിടെ ചർച്ച നടത്തിയാൽ ഞാനിവിടെ പൊട്ടിക്കും. കാരണം ഈ ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയുടെ ആയിട്ടുള്ള പ്രശ്നം അറിയാം. എല്ലായിടത്തും പണ്ടത്തെ കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഏറ്റവും അവസാനം ഇപ്പോഴും കാണുന്നത് അവിടെ പോയി ഗാസയിൽ പോയി യുദ്ധം നിർത്തി. അവിടെ ഇപ്പം നെതന്യാഹു പരസ്യമായിട്ടങ്ങ് പറഞ്ഞില്ലേ, ചുമ്മാ ഇനിയും അമേരിക്ക എന്നല്ല ആര് പറഞ്ഞാലും പാകിസ്ഥാനെ വിളിച്ചിരിക്കും. അവനെ എവിടെ പോലും അടിക്കും. ഇനി ശമ്പളം കൊടുക്കണ്ടേ പട്ടാളത്തിന്? നേരത്തെ 20,000 സൗദി വിട്ടില്ലേ, 20,000 പട്ടാളത്തിന്. ബാക്കിയുള്ളതിന് ശമ്പളം കൊടുക്കണ്ടേ? തന്നെ അവിടുത്തെ പട്ടാളം ബലൂചിസ്ഥാൻ ആർമി ചേരുവ, പട്ടാളക്കാർ ഉടുപ്പഴിച്ച് വെച്ചിട്ട് അവൻ ശമ്പളം അവിടെ കിട്ടും, അവന്മാർ കൊടുക്കും. എന്നാലോചിച്ച് നോക്കും, ഒരു രാജ്യത്തിനകത്ത് ബലൂചിസ്ഥാൻ ആർമിക്കകത്ത് പാകിസ്ഥാൻ പട്ടാളം ഉടുപ്പഴിച്ച് വിട്ടിട്ട് കയറുക, ഞങ്ങൾക്ക് ഇവനിവിടെ ശമ്പളം ഇല്ല, അവിടെ ശമ്പളം കിട്ടും. അതേ അവസ്ഥയില്ല രാജ്യം. ഇപ്പൊ അവിടെ ചെന്നിട്ട് അടിയോ അതെ, ഇപ്പൊ അവിടെ നിർത്തിയേക്കോ, കൂലിക്കാ പൈസ തരാം അടിച്ചോളാൻ. മാത്രമല്ല വേണ്ടി വന്ന ഇവന്മാർ അടിച്ചില്ലെങ്കിൽ മേടിൽ കൊണ്ടുവരുന്ന ബോംബും കിടാവില്ല, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, അത് ബോംബ് തെറ്റി വീണതാണ്. ഇതൊക്കെ ഇസ്രായേൽ ചെയ്യും. ഇസ്രായേലിൻ്റെ അങ്ങനെയൊക്കെ തന്നെ അവിടെ നിർത്തിയേക്കും. കാരണം നിവർത്തി അടിമകൾ ആ രാജ്യത്തിന് ഇനി അങ്ങനെ നീങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം സ്വന്തം രാജ്യത്തിനകത്ത് അത്രയ്ക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ, സമ്പത്തില്ലായ്മ. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഐക്യരാഷ്ട്രസഭയിൽ പട്ടാളക്കാരെ വിട്ടുകൊടുക്കുമല്ലോ. എവിടുന്നാ വിട്ടുകൊടുക്കുന്നത്? സമാധാന സേന. എവിടുന്ന ഏറ്റവും കൂടുതൽ പട്ടാളക്കാർ പോകുന്നത് തന്നെ എനിക്കറിയാം. ആകപ്പാടെ 70,000 പട്ടാളമുള്ളൂ. അതിനകത്ത് 40,000 പോലും സായുധർ വരുന്നില്ല ബംഗ്ലാദേശിൽ. അവിടുത്തെ പകുതി പട്ടാളം വളരെ അവിടെ ആ നിൽക്കുന്ന പട്ടാളക്കാർക്ക് പോലും പൈസ കൊടുക്കാൻ ഇപ്പോഴല്ല നേരത്തെയും ഇല്ല. ഇപ്പം ഈ അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ. അപ്പം അമേരിക്ക ഇടപെട്ടേക്കുക. നമ്മൾ പറയത്തില്ലേ, നമ്മൾ വലിയ പൈസയൊക്കെ ഇല്ലാതാകുമ്പോൾ വലിയ ജന്മിയുടെ വീട്ടിൽ ചെന്നിട്ട് സുഹൃത്താണ്, ചേട്ടാ എന്തെങ്കിലും ചേട്ടാ. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താ വേണം, പട്ടാളക്കാർക്ക് പൈസ പോലും കൊടുക്കാൻ കാശില്ല. അന്നേരം സൗദിയെ വിളിച്ചിട്ട് ഈ കൊച്ചാടൻ പറയും, ട്രംപ് കൊച്ചാടൻ പറയും,
അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുക 10 പേരുടെ പൈസ ഞാൻ കൊടുത്തേക്കണേ, അവൻ അവിടെ നിൽക്കും. അപ്പോൾ അവിടെ 10-20,000 നിർത്തി. പിന്നെ ഗാസയിൽ ഇപ്പം അവിടെ ഇത് സാധനം ബിൽഡപ്പ് ചെയ്യില്ല. ഇവനെ കൊണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിക്കുന്നത് അത് തന്നെ. അത് ഇവരുടെ കൂടെ ആലോചിക്കാൻ എന്തായാലും പാകിസ്ഥാൻ പട്ടാളത്തെ അവിടെ അനുവദിക്കുന്നില്ല ഇസ്രായേൽ. അപ്പം ഇതാണ് ഇവരുടെ നിവൃത്തി. അപ്പം ഇയാൾ പരീക്ഷിക്കുമെന്ന് ചോദിച്ചാൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ആവശ്യമില്ലാതെ പറഞ്ഞതുപോലെ കയറി അവിടെ എവിടെയല്ലേ പുലിയുടെ വാലയെ പിടിക്കുന്ന പോലെ കയറി പിടിച്ചിട്ട് പുലിയുടെ വാലയെന്ന് വിട്ടിട്ട് വീട്ടിൽ മാനൊക്കത്തില്ല വിടാതിരുന്നാൽ എന്ന് പറഞ്ഞല്ല, നീ വീട്ടിൽ പാരിക്കുക വിട്ടാവും കടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഈ അമേരിക്കയുടെ അവസ്ഥ. ഞാൻ പൊട്ടിച്ചില്ലെങ്കിൽ ഇപ്പം ഇവന്റെ ആയുധം ഇനി തീരെ ആരും മേടിക്കത്തില്ല, തീരെ ആരും മേടിക്കില്ല. കാരണം ഇപ്പം തന്നെ ഇവരുടെ ആയുധം വേണ്ട, വിശ്വാസ്യതയില്ല. കാരണം ലോകത്ത് ഒന്നാമത്തെ വിശ്വാസ്യതയില്ലാത്ത രാജ്യം ചൈനയുടെ ആയിരുന്നു. ചൈനയുടെ തുർക്കിയുടെയും നമ്മുടെ ഈ ഇതോടുകൂടി പൂട്ടിക്കെട്ടി. ഇനി എന്തൊക്കെ പരീക്ഷണം കാണിച്ചാൽ വിജയിക്കുമെന്ന് ദൈവത്തിന് അറിയത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല. അതിന്റെ ഉള്ളിൽ J70 അതൊക്കെ പറയുക. പിന്നെ ഏറ്റവും അവസാനത്തെ 5ാം തലമുറ വിമാനം ഇല്ലയോ നമ്മൾ പിടിച്ചു വെച്ചിരുന്നില്ലേ, F-35 അത് പിടിച്ചു വെക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി അതിന്റെ കോള് ഒരുമാതിരി പരുവത്തിലായിരിക്കും. ഇപ്പൊ ഇതും കൂടെ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ ഒന്നും വേണ്ട, ഇവനെ മറികടക്കുന്ന സാധനം എല്ലാം റഷ്യയുടെയും എല്ലാം കയ്യിരിക്കുക. റഷ്യ മാത്രമല്ല എല്ലാ ആയുധങ്ങളും ഇപ്പം നമ്മളുമായിട്ടും മൊണോപ്പൊളിയും ടെക്നോളജിയും എല്ലാം നമ്മളുമായിട്ട് പരസ്യമായിട്ട് അനൗൺസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചാലേ വേറെ കച്ചവടമൊന്നും ഇല്ലല്ലോ. ഈ പടക്ക കച്ചവടമല്ലേ ഉള്ളൂ, അത് വിറ്റല്ലേ ആയുധം വിൽക്കുക, ഇതുപോലെ വിൽക്കുക, യുദ്ധം ആയുധം വിൽക്കുക. ഇതേ ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണത്തിന് വേറെ വല്ലതും രാജ്യത്തുനിന്ന് ഇറക്കുമതി ചെയ്യണം. അപ്പം അതുകൊണ്ട് പരീക്ഷിക്കുമായിരിക്കും, പരീക്ഷിച്ച ഓരോ അറിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.